മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈശോ മത്തായിയെ വിളിക്കുന്നു. വെറും ചുങ്കക്കാരനായിരുന്ന വിശുദ്ധ മത്തായിയെ ഈശോ വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കുക. ആ സമയത്ത് തന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് വിശുദ്ധ മത്തായി ഇറങ്ങിച്ചെല്ലുന്നത് കർത്താവിന് വേണ്ടി. വിശുദ്ധ മത്തായിയുടെ ഭവനത്തിൽ ഈശോ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഫരിസേയർ പറയുന്നുണ്ട്, ഇവൻ പാപികളോടുകൂടി ഭക്ഷണത്തിനിരിക്കുന്നു. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പാപികളെ വിളിക്കാനാണ് വന്നത്, നീതിമാന്മാരെ വിളിക്കാനല്ല. മത്തായിയുടെ ആ ഒരു അനുതാപത്തെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. കാരണം മത്തായി ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തവനാണ്. മത്തായിയുടെ തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവിന് വേണ്ടി രക്തം ചിന്തി മരിച്ച വലിയൊരു രക്തസാക്ഷിയാണ്, വലിയൊരു സുവിശേഷകനാണ്. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ജീവിച്ച ഏതൊരു വ്യക്തിയും കർത്താവിൻ്റെ നാമത്താൽ ഉയർപ്പിക്കപ്പെടുമെന്ന് നമുക്ക് വിശുദ്ധ മത്തായിയുടെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഏതൊരു വ്യക്തിയും കർത്താവിൻ്റെ നാമത്തെ പ്രതി ജീവിക്കുന്നുണ്ടെങ്കിലും, കർത്താവിൻ്റെ സ്വരം കേട്ട് അനുതാപത്തിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം കർത്താവ് ഏറ്റെടുക്കും. അവൻ ജീവിക്കുന്നത് പിന്നെ ദൈവത്തിന് വേണ്ടിയായിരിക്കും.